ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്കൊരു കിടിലൻ ചാമ്പയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക് പറിക്കാം കേട്ടോ. അത് നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ ചാമ്പയ്ക്കാണ് കേട്ടോ. എന്താ നല്ല ടേസ്റ്റാണ്, നല്ല പുളിയാണ്. കുറച്ചുകൂടി മൂത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി മധുരം ഉണ്ടാവും. നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടമല്ലേ ചാമ്പയ്ക്ക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക പറിക്കാം കേട്ടോ. മൂത്ത ചാമ്പയ്ക്ക കുറച്ച് പറിച്ചെടുക്കാം. ചാമ്പയ്ക്ക ചമ്മന്തി അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളമുളക് കൂടെ പറിക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ തന്നെ ഇത് അവിടെ ഉണ്ട്. ഇപ്പോൾ വെള്ളമുളക് ഇവിടെ പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങൻ്റെ ഒരു കുഞ്ഞ് ഇലയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിലൊരു കുഞ്ഞ് ഇല നമുക്ക് പറിച്ചെടുക്കാം. ഒരില മതിയാവും കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഒരു തണ്ട് നമുക്ക് പറിക്കാം. ഇതാ കണ്ടില്ലേ, ഇതൊരു തണ്ട് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. ഇതാ, അപ്പോൾ നമുക്ക് നമ്മുടെ കിടിലൻ ചാമ്പയ്ക്ക ചമ്മന്തി റെഡിയാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാമ്പയ്ക്ക ചമ്മന്തിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ അത് അവിടെ തയ്യാറായിട്ടുണ്ട്. ചാമ്പയ്ക്ക നന്നായി കഴുകുക, അതിന് ശേഷം നടുവേ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ നാരങ്ങൻ്റെ ഇലയാണ് കേട്ടോ വേണ്ടത്. നാരങ്ങൻ്റെ ഇല നമുക്ക് ഏത് നാരങ്ങൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ചെറുനാരങ്ങൻ്റെ ഇലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വടുകപ്പുളി നാരങ്ങൻ്റെയോ ഗണപതി നാരങ്ങൻ്റെയോ ഒക്കെ ചെടി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുനിന്ത ഇല യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പില ഒരു തണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അരിമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് ഏത് മുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പച്ചമുളകോ കാന്താരിമുളകോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. സിമ്പിളാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ചാമ്പയ്ക്ക ചമ്മന്തി ഇത് അവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ, കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നാടൻ ചാമ്പയ്ക്ക ചമ്മന്തി എത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കരവള്ളിക്കിഴങ്ങ് അതുപോലെ തന്നെ കൊള്ളി ഒക്കെ നമ്മൾ പുഴുങ്ങുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ മുക്കി കഴിക്കാനായിട്ട് ഇത് സൂപ്പറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ, ദോശ, ഇഡ്ഡലി അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ മാക്സിമം വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.